കെവിനെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് അറിഞ്ഞാണെന്നുള്ള കാര്യം സംഭാഷണത്തിൽ വ്യക്തമാണ്. കെവിൻ ചാടിപ്പോയെന്നും അനീഷിനെ തിരിച്ചെത്തിക്കാമെന്നും സംഭാഷണത്തിൽ ഷാനു പറയുന്നു. മകനാണ് പോയത് അങ്ങെത്തിയിട്ടാണ് പോയത്. ഇല്ലില്ല, ബൈക്ക് വെച്ച് അവിടെ പോയത് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. ഞാൻ വേറെ വണ്ടിയിലാണ് വന്നത്. പുള്ളിക്കാരനറിയാം വെച്ചാ പോയെന്ന്. പുള്ളിക്കാരന് കൃത്യമായിട്ട് അറിയാം. ഇതിന്റെ തൊല്ലയ്ക്കും വഴിക്കും ഒന്നും എനിക്ക് വയ്യ, എന്റെ ഭാവി കളിക്കാൻ എനിക്ക് വയ്യ, ഞങ്ങൾക്ക് കൊച്ചിനെ വേണം. പിന്നെ സാറിന് ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങൾ ചെയ്ത തെറ്റാണ്, ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല, ഞങ്ങൾ ചെയ്ത് തെറ്റ് വെച്ചുതരാം. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഇപ്പൊ സുരക്ഷിതമായി നിങ്ങളെ കയ്യിൽ എത്തിച്ചു തരിക. ഞങ്ങളുടെ കയ്യിൽ വലിയ സുരക്ഷിതമായിട്ട് എത്തിച്ചു തരാൻ പറ്റും. ഓക്കെ, ടാക്സി വിളിച്ച് പുള്ളിക്കാരനെ അവിടെ കടവിൽ എന്തെങ്കിലും നഷ്ടമായത് ഞങ്ങളുടെ കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ പൈസ ഞാൻ കൊടുത്തേക്കാം. ടി വി ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടി വി വീടിന്റെ കടയെല്ലാം പൊളിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു പൈസ കൊടുക്കും, പുള്ളിക്കാരൻ എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കും, പക്ഷേ കൊച്ചോടൊന്ന് പറഞ്ഞ് തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാല് പിടിക്കാൻ തിരിച്ചു തരിക. എന്നെ കൊണ്ടാവുകയും ചെയ്തു തരാം കേട്ടോ. ഇതിന്റെ എനിക്ക് കുടുംബമുണ്ട്, 6 മാസം ആയിട്ടുള്ളൂ. ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതി ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പ്രബോധ് ഒരിക്കൽ കൂടി ചേരുന്നു. പ്രബോധ്, അതായത് കൃത്യമായി ഈ സംഭവം ഇവർ പരാതിപ്പെടുന്നതിന് നീനു അടക്കം നീനുവിന്റെ ഇത്തരത്തിൽ കെവിന്റെ പിതാവടക്കം സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 5 മണിയോടുകൂടി നടന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായും ഇക്കാര്യം പോലീസിന് അറിയാമായിരുന്നു, ASIക്കും SIക്കും അറിയാനും സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടും ഇവർ തടയാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ഹാജരാക്കുക എന്നാവശ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നും മെസ്സേജ് കൊടുത്തില്ല ഇത്തരമൊരു സംഭവം നടന്നതായിട്ട്. അപ്പോൾ കൃത്യമായും ഇവരുടെ സ്വാധീനത്തിന് പോലീസ് വഴങ്ങി എന്നതിന്റെ വ്യക്തമായ സൂചനകളല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും വളരെ സംസാരിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച എന്ന് മാത്രം പറയാൻ കഴിയില്ല, പോലീസ് കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നു എന്ന സംശയം കൂടി ഉണ്ട്. കാരണം കെവിനെ തട്ടിക്കൊണ്ടുപോയ വിവരം കൃത്യമായി ഈ ASI ബിജു ഈ ടെലിഫോൺ സംഭാഷണത്തിൽ അറിഞ്ഞിട്ടുണ്ട്. അതിന് മാത്രമല്ല, ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രീതി ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. ഇത് ആദ്യമായി സംസാരിക്കുകയല്ല, വളരെ പരിചയമുള്ള ഒരു വ്യക്തിയോടാണ് ഷാനു സംസാരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ASI നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പോലീസുകാരുടെ ഒരു പങ്കും കൂടി അന്വേഷിക്കണം. ഇന്നലെ IG വിജയ് സാഖറെ പറഞ്ഞത് ക്രിമിനൽ നടപടി, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വന്നിട്ടില്ല എന്നാണ്. പക്ഷേ സ്വാഭാവികമായും ഇതൊരു പോലീസ് ഇന്നലെ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് 120B അടക്കമുള്ള, അതായത് ഗൂഢാലോചന കുറ്റമടക്കമുള്ളതാണ്. അങ്ങനെയെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചനയിൽ സ്വാഭാവികമായും ഈ പോലീസുകാർ കൂടി പ്രതിയാകേണ്ടി വരും. കാരണം കുറ്റകൃത്യം നടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് മറച്ചുവെച്ചു എന്നുള്ളത് ചട്ടലംഘനത്തിനപ്പുറമായി ഒരു ക്രിമിനൽ കുറ്റം കൂടിയായി തന്നെ കണക്കാക്കും. മാത്രമല്ല, കൊലയാളികൾക്ക് അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ സംഘത്തിന് വേണ്ട സഹായങ്ങളും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത്തരം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പോലീസുകാരെ കൂടി ഈ കേസിൽ പ്രതിയാക്കേണ്ടി വരും. അത്തരമൊരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് ഒരു വീഴ്ച മാത്രമല്ല, ഒരു ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളിയാവുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ IG വിജയ് സാഖറെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് ക്ലബ്ബിലാണ്, IG വിജയ് സാഖറെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ കോട്ടയം SP ഹരിശങ്കർ IPSും ഇവിടെ പോലീസ് ക്ലബ്ബിലുണ്ട്. ഇരുവരും അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. അവരുടെ പ്രതികരണങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ പ്രതികരണങ്ങൾ അവരുടേത് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരുവരും ഒരു കൂടിക്കാഴ്ച പോലീസ് ക്ലബ്ബിൽ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഷാനുവിനെയും പിതാവ് ചാക്കോയെയും ചോദ്യം ചെയ്തതിന് ശേഷം ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ IG തന്നെ നേരിട്ട് ചോദ്യം ചെയ്യൽ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ഈ ഷാനു ചാക്കോയുടെ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമാണ്. കാരണം കെവിൻ രക്ഷപ്പെട്ടു എന്ന മൊഴിയാണ് പലരും പോലീസിന് ഇതിനോടകം തന്നെ പിടിയിലായ എല്ലാവരും പോലീസ് നൽകിയിട്ടുള്ളത്. പക്ഷേ അത് പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം കെവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം അത്ര പെട്ടെന്ന് ഒരു കോട്ടയത്ത് നിന്നുള്ള ഒരാൾക്ക് പെട്ടെന്ന് സുപരിചിതനല്ലാത്ത ഒരാൾക്ക് ആ പ്രദേശത്തേക്ക് പോകാൻ കഴിയുന്നൊരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ കെവിനെ കൃത്യമായി അപായപ്പെടുത്തിയ ശേഷം ഇവർ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു എന്നതാണ് പോലീസിൻ്റെ നിഗമനം. എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം കിട്ടേണ്ടതുണ്ട്. ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുമായും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോഴും മരണകാരണം സംബന്ധിച്ച ഒരു അവ്യക്തത ഡോക്ടർ
പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണകാരണം കൃത്യമായി അറിയാൻ എന്നുള്ളതും പോലീസിനെയും അന്വേഷണ സംഘവും നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ പോലീസ് പ്രതിരോധത്തിലാകുന്നത്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തുടരുക പ്രമോദ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ മാത്യു കുഴൽനാടൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന്റെ പങ്കിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു, പോലീസിന്റെ അനാസ്ഥയെ സംബന്ധിച്ച്. ഇപ്പോൾ പുറത്തുവരുന്ന നിർണായകമായ ഒരു കാര്യം, ഈ കേസ് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ സന്ദേശമൊക്കെ നൽകേണ്ട ASIയും SIയും അടക്കം ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് തങ്ങൾ മറ്റു കാര്യങ്ങൾ നോക്കിക്കൊള്ളാം, ഈ കെവിൻ അടക്കമുള്ളവരെ നിങ്ങൾ സൗകര്യമായി കൊണ്ടുപോയിക്കൊള്ളുക എന്ന രീതിയിലുള്ള സന്ദേശം നൽകുന്നു. വളരെ പരിചിതമായ സംഭാഷണം ഈ മുഖ്യപ്രതിയായ ഷാനുവുമായി ASI നടത്തുന്ന ഒരു സാഹചര്യം. അത്രയ്ക്ക് അധപ്പതിച്ചിരിക്കുകയാണ് കേരള പോലീസ് സംവിധാനം. വളരെ ഞെട്ടിപ്പിക്കുന്ന നമ്മുടെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യഘട്ടങ്ങളിൽ വന്നത് കെവിന്റെ കൊലപാതകം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കുണ്ടായ അനാസ്ഥ എന്ന നിലയിലാണ് എങ്കിൽ ഇന്ന് ഈ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന് കാരണക്കാരായി ഉള്ളവരിൽ പോലീസുകാരും പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഒരു തട്ടിക്കൊണ്ടുപോകുന്ന ആസൂത്രണം ചെയ്യുന്നവരെ സഹായിക്കുകയോ അവരെ അതിന് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് സഹായവർത്തികളായി ഇരിക്കുകയോ ചെയ്താൽ അവരും കേസിൽ പ്രതികളാകും. അപ്പോൾ ഇപ്പോ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസിന്റെ ഒരു ഒത്താശയോ അല്ലെങ്കിൽ സഹായമോ ഈ കൃത്യം നടക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗൗരവമുള്ള കേരള പോലീസിന്റെ തന്നെ അന്തസ്സും അല്ലെങ്കിൽ അതിന്റെ ഇന്നലെ വരെയുള്ള ഒരു തൽപ്പേരിന് വലിയ കളങ്കം കാര്യങ്ങൾ പോകുന്നത് ഇത് സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ വലിയ പിടിപ്പുകേടാണ് എന്ന് തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ശ്രീ മാത്യു കുഴൽനാടൻ, ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ വിജയ് സാക്കറെ പറഞ്ഞത് ഇവർ കൃത്യവിലോപം കാണിച്ചിരുന്നു, പക്ഷേ ക്രിമിനൽ കുറ്റം അടക്കം ചെയ്ത സാഹചര്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ ക്രിമിനൽ ഈ പറഞ്ഞ പോലെ ഗൂഢാലോചന അടക്കം ഇവർ പങ്കാളികളാണ്. ഈ പരാതി കിട്ടിയിട്ടും അന്വേഷിച്ചിട്ടില്ല, ഈ വാഹന പരിശോധന നടത്തിയിട്ടും കൊട്ടേഷൻ സംഘമാണ് ഈ കാറിനുള്ളിൽ എന്ന് അറിഞ്ഞിട്ട് പോലും അവരെ വെറുതെ വിട്ടു. അത് പണം വാങ്ങിയാണെന്ന് ഈ കെവിന്റെ കൂട്ടുകാരൻ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പോലീസുകാരും ക്രിമിനൽ കേസിൽ പ്രതികളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയല്ലേ? തീർച്ചയായിട്ടും. അതായത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ഇതിന്റെ കേസന്വേഷണം പുരോഗമിക്കുകയാണ് എങ്കിൽ ഒരു കുറ്റത്തിന് സഹായികളായി വർത്തിക്കുന്നവരും ആ കുറ്റത്തിൽ പങ്കുകാരാണ്. ഇനി ആദ്യ സ്റ്റേജിൽ തന്നെ ഇപ്പോ സാക്കനെ പോലീസിന്റെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ പോലീസിനെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ പോലീസിന് അതിന്റെ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നത് പോലും അങ്ങേയറ്റം അപലപനീയമാണ്. കാരണം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ആദ്യം തന്നെ ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് പോലീസ് പ്രതികളാവില്ല എന്ന നിലയിൽ സംസാരിച്ചത് പോലും, അതായത് പോലീസിന്റെ ഉന്നത തലങ്ങളിൽ പോലും ഇതിൽ അവർ പങ്കുകാരാകുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിശദമായ അന്വേഷണം വളരെ നിഷ്പക്ഷനായ മിടുക്കുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് അന്വേഷിപ്പിച്ച് ഇത് സമഗ്രമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണ്ടിവരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അനീഷ്, ഞങ്ങളുടെ പ്രതിനിധികൾ അനീഷ്, ഒപ്പം PG പ്രമോദ്, VV വിനോദ് എന്നിവർ ടെലിഫോൺ ലൈനിലും നേരിട്ടും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അനീഷിലേക്ക് പോയാൽ, അനീഷ്, ഈ കെവിന്റെ സുഹൃത്ത് അനീഷ് വെളിപ്പെടുത്തിയ സുപ്രധാനമായ വിവരങ്ങൾ, അനീഷുമായി തന്നെയാണ് സംസാരിച്ചത് ഈ വിഷയങ്ങൾ. ഈ കൈക്കൂലി കൊടുത്തു, പണം നൽകി എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? പ്രത്യേകിച്ചും ഈ വാഹന പരിശോധനയ്ക്കിടയിൽ ഇവർ കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്ന് പോലീസിന് സ്വാഭാവികമായും പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 3 വാഹനങ്ങളിൽ ഇവർ കടന്നു വരുന്നു, രാത്രിയാണ് സമയം, അസാധാരണമായ സാഹചര്യമൊക്കെയാണ്. എന്നിട്ടും ഇവരെ പരിശോധിക്കാതെ വിട്ടയച്ച ഒരു സാഹചര്യം. ഈ ഘട്ടത്തിലാണോ ഇത്തരത്തിൽ പണം നൽകി എന്ന വെളിപ്പെടുത്തൽ, ഈ പരിശോധന രക്ഷപ്പെടാൻ വേണ്ടിയാണോ SIക്ക് പണം നൽകിയെന്ന വെളിപ്പെടുത്തൽ അനീഷ് നടത്തുന്നത്? തീർച്ചയായും അനീഷിന്റെ വാക്കുകളിൽ നിന്ന് അതാണ് വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് പരിശോധന നടത്തുന്ന സമയത്ത് വെച്ച് കേവലം ചിത്രങ്ങൾ എടുത്ത ശേഷം ഈ പ്രതികൾ അല്ലെങ്കിൽ കൊലയാളി സംഘം സന്ദർശിച്ച വാഹനം വിട്ടയക്കാൻ അവർ തയ്യാറായി എന്ന് നേരത്തെ പോലീസുകാർ പറഞ്ഞിരുന്നത്. അത് കല്യാണത്തിന് പോവുക, കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ തങ്ങൾ
കൂട്ടമായി പോവുകയാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞതെന്നാണ്. ഈ വാക്കുകൾ മുഖവിലേക്കെടുത്ത് പോലീസ് ഇവരെ വിട്ടയച്ചു എന്നാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിരുന്നു എന്ന വ്യക്തമായ വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യപ്രതിയായ ഷാനു തന്നോട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എന്നാണ് അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അനീഷ് പറഞ്ഞത്. 10,000 രൂപയും അതോടൊപ്പം തന്നെ ആളുകളുടെ ലിസ്റ്റും, അതായത് ആരെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നു, എന്തൊക്കെ രീതിയിലാണ് തങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിന്റെ ലിസ്റ്റും തങ്ങൾ പോലീസിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേവലം ഒരു വീഴ്ചയോ വിട്ടുവീഴ്ചയോ അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഗൂഢാലോചനയിൽ പോലീസ് പങ്കെടുത്തു എന്നതിന്റെ സൂചന. ഒപ്പം അന്യായമായി പോലീസ് പ്രതികളെ സഹായിക്കുന്നു. ഒരുപക്ഷെ ഈ കൊലയ്ക്ക് പിന്നിൽ പോലും ഇതിന്റെ ഉത്തരവാദിത്വം പോലും പോലീസിന്റെ മേലെ വരുന്ന ഒരു അപൂർവമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പമുണ്ടായിരുന്ന അനീഷും ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, പ്രബോധം ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനീഷ തുടരുക. പ്രബോധ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ വന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പൊതുജനങ്ങളുടെ പോലീസിന്റെ മുന്നിലേക്ക് വരികയാണ്. ഈ പോലീസിന്റെ തന്നെ പങ്കാളിത്തം സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഈ ടെലിഫോൺ സംഭാഷണം, വാഹന പരിശോധനയ്ക്കിടയിൽ ഇവർ രക്ഷപ്പെട്ട സാഹചര്യം അടക്കം, ഇതൊക്കെ ഗൗരവമായി തന്നെ പോലീസ് നേതൃത്വം എടുക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ASIയെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേക യോഗം ചേരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ചർച്ച ചെയ്യാനാണോ? ആ യോഗം പുരോഗമിക്കുകയാണോ? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് അങ്ങനെ അന്വേഷണ തലത്തിൻ്റെ ഒരു പൂർണ്ണതോതിലുള്ള യോഗമല്ല. SP-യും IG-യും പോലീസ് ക്ലബിലുണ്ട്. ഇവർ തമ്മിലൊരു ആശയവിനിമയം നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേസ് അന്വേഷണത്തിൻ്റെ ഏത് ഘട്ടത്തിലാണെന്നുള്ളതും ഒപ്പം നീനുവിൻ്റെ സഹോദരൻ്റെയും ഭർത്താവിൻ്റെയും മൊഴി, ഈ രണ്ടുപേരുടെയും ഷാനുവിൻ്റെയും ചാക്കോയുടെയും മൊഴികൾ, ഈ മൊഴികൾ ഇന്നലെ ചോദിച്ച അന്വേഷണ സംഘത്തിൽ ലഭിച്ച മൊഴികൾ, ഇവയുടെ വിശദാംശങ്ങൾ എന്നല്ല അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന IG-യെ SP അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു നടപടിക്രമമാണ് നടക്കുന്നത്. അതിനുശേഷം IG-യുടെ നിർദ്ദേശപ്രകാരമായിരിക്കും കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാവുക. ഷാനുവിനെയും ചാക്കോയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഇരുവർക്കുമെതിരെ ചുമത്തേണ്ട കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമാവുക, രഞ്ജിത്ത് ചോദിച്ച പോലെ തന്നെ പോലീസുകാരുടെ പങ്കുകൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാവപ്പെടുകയാണ്. കുറ്റകൃത്യം മറച്ചുവെക്കുക മാത്രമല്ല, കുറ്റകൃത്യത്തിന് വേണ്ട സഹായങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തു എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതും ഏറെ പ്രസക്തമാണ്. ഒരുപക്ഷെ പോലീസ് കഴിഞ്ഞ ദിവസം ഗാന്ധിനഗർ SIയെ വിളിച്ചു വരുത്തി IG തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു, വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിന്നും മൊഴിയെടുക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഇനി ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഷാനുവിൻ്റെയും ഒപ്പം പിതാവ് ചാക്കോയുടെയും മൊഴികൾ, ഈ മൊഴിയെടുക്കൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ കെവിൻ്റെ മരണം സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു അവസാന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താനാവൂ. അതിനുവേണ്ടിയുള്ള അതിൻ്റെ ശാസ്ത്രീയ തെളിവുകളുടെ ഒരു പിൻബലം കൂടി വേണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുവെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ IG-യും SP-യും താഴേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രതികരണവും ഏറെ നിർണായകമാണ്. പ്രബോധത്തിലേക്ക് തിരിച്ചു വരാം. പ്രത്യേകിച്ചും ഇപ്പോൾ IG-യും DGP-യും അടക്കം അവിടെ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളോട് വിജയ് സാഖറെ സംസാരിക്കും. ഒരുപക്ഷേ ഈ പോലീസിന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യമായിരിക്കും അദ്ദേഹം വിശദീകരിക്കുക. കൂടുതൽ നടപടികൾ ഉണ്ടാകാം ഈ വിഷയത്തിൽ. ഏതായാലും IG-യുടെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ പുറത്തു വന്നിരിക്കുന്നു. കെവിനെ തട്ടിക്കൊണ്ടുപോയത് SI ഷിബു നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികളുമായി ASI ബിജു 2 തവണ സംസാരിച്ചു. സംഭവം പൂഴ്ത്തിവെച്ചത് ASI ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് IG DGP-ക്ക് കൈമാറി. VV വിനോദ് ചേരുന്നു. വിനോദ്, ഈ റിപ്പോർട്ട് കണ്ടാൽ ഈ താഴെത്തട്ടിലുള്ള ASIയെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥന് മാത്രമാണ് പങ്കാളിത്തം എന്ന് തോന്നും. SIക്കടക്കം കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. അതിന്റെ മോൾത്തട്ടിലേക്ക് അന്വേഷണം, മോൾത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ, മേൽത്തട്ടിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കുന്ന സാഹചര്യവും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇവിടെ ASI ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തി എന്ന കണ്ടെത്തലാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളത്. അതേസമയം DYSPക്ക് ഉൾപ്പെടെ ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ട്. ASI ഈ വിവരം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. തട്ടിക്കൊണ്ടുപോയ ദിവസം പുലർച്ചയോടെ തന്നെ ഈ വീട്ടിലെത്തുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. തുടർന്ന് പ്രതികളുമായി ASI സംസാരിക്കുകയാണ് ചെയ്തത്. പുലർച്ചെ 6 മണിക്കും
ഈ ഒന്നാം പ്രതിയുമായി ASI സംസാരിച്ചിരുന്നു. അപ്പോഴും അനീഷിനെ തിരികെ എത്തിക്കാം, കൊല്ലപ്പെട്ട യുവാവ് ചാടിപ്പോയി എന്ന ഒരു വിവരമാണ് ഈ പ്രതികൾ ASIയോട് പങ്കുവച്ചത്. ഈ വിവരങ്ങളൊന്നും തന്നെ മേലുദ്യോഗസ്ഥരെ ASI അറിയിച്ചിട്ടില്ല എന്ന ഒരു കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതേസമയം SI ഷിബുവിന് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം റിപ്പോർട്ടിലും അത്തരത്തിൽ തന്നെയാണ് പരാമർശമുള്ളത്. SIക്ക് ഈ ശനിയാഴ്ച പെൺകുട്ടി നേരിട്ട് സ്റ്റേഷനിലെത്തി തന്നെ പരാതി നൽകിയിരുന്നു. കൊലപ്പെടുത്തുമെന്നുള്ള സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നു. തന്റെ ബന്ധുക്കൾ കെവിനെ കൊലപ്പെടുത്തുമെന്ന് പെൺകുട്ടി കൃത്യമായി SIയോട് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ അലംഭാവമുണ്ടായി. ഈ തരത്തിൽ SIക്ക് ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യഘട്ടത്തിലെ സസ്പെൻഷൻ. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പങ്കുകളാണ് പുറത്തേക്ക് വരുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. SIക്കെതിരെ 5 മാസം മുൻപ് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ് SPക്ക് കൈമാറിയിരുന്നത്. ഒരു വാഹനമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് SI ഷിബു സ്വീകരിച്ചു എന്ന തരത്തിലായിരുന്നു അന്നത്തെ റിപ്പോർട്ട്. പക്ഷെ ആ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഈ തരത്തിൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. ഒരുപക്ഷെ അത് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് താഴെത്തട്ടിലുള്ള, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയായിരിക്കും ഈ നടപടികൾ വരിക. രഞ്ജിത്ത്, വി വിനോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. IG-യുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ASI യാണ് ഈ സംഭവത്തിൽ മുഖ്യപ്രതി എന്ന രീതിയിൽ. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ടെലിഫോൺ സംഭാഷണങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ASIയും മുഖ്യപ്രതി ഷാനുവുമായി സംസാരിക്കുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. താൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാം എന്ന രീതിയിലുള്ള ASIയുടെ വാഗ്ദാനം. ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാം. അന്വേഷണം ഉന്നതതലത്തിലേക്ക് പോയേക്കാം. വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ പങ്കാളിത്തം സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും നിവാരണമായിരിക്കുന്നു. കൃത്യമായി പോലീസിന്റെ പങ്കാളിത്തത്തോടെ അവരുടെ നിഷ്ക്രിയത്വമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചതെന്ന സൂചനകൾ പുറത്തുവരുന്നു. അതേസമയം പോലീസുകാർ കൃത്യവിലോപം മാത്രമാണ് കാട്ടിയതെന്നും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നുമായിരുന്നു IG വിജയ് സാക്കറെ ഇന്നലെ പ്രതികരിച്ചത്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് IG തന്നെ DGPക്ക് നൽകിയിരിക്കുന്നത്. ലാപ്സസ് ഉണ്ട്, അതുകൊണ്ട് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ക്രിമിനൽ കൾപ്പബിലിറ്റി ഇതുവരെ കണ്ടിട്ടില്ല. അത് ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവും.